it's tail frog, let's fly, let's fly. Hey, it's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഫാന്റസി മൂവിയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദ്വീപ് കാണിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റിസോർട്ടുകൾ മാതിരിയുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, വാട്ടർ ഗെയിംസ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ദ്വീപിലേക്ക് 3 പെൺകുട്ടികൾ വെക്കേഷന് വേണ്ടി വന്നതാണ്. ഇവര് 3 പേരും K3 ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇവർ ഈ ഒരു ദ്വീപ് മുഴുവനായിട്ട് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ അതിലിങ്ങനെ നടന്നു പോവാണ്. K3 ബാൻഡിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇവന്റെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. അവളുടെ പേര് ജൂലിയ എന്നാണ്. ജൂലിയ കെയ്നെ കണ്ട സമയത്ത് തന്നെ വണ്ടി നിർത്തുകയാണ്. എന്തൊക്കെയാണ് പോനെ, ഇന്നലെ രാത്രി നമ്മൾ പാർട്ടിയിൽ വെച്ച് കണ്ടതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ എവിടെ നിൽക്കുന്നേ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളിപ്പോ ചോദിച്ച് മനസ്സിലാക്കാണ്. ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള രണ്ടുപേരും തന്നെ അവരുടെ സ്കൂട്ടർ നിർത്തിയിട്ട് ഇപ്പൊ ജൂലിനെ നോക്കിയിട്ട് കളിയാക്കാണ്. എന്താ മോളെ, ഞങ്ങൾ അറിയാതെ അവിടെ ഒരു സംസാരം, സമയമായിട്ടുണ്ട് കേട്ടോ, ബാ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെ വിളിക്കുകയാണ്. ശരി, ഓക്കെ, എന്തായാലും രാത്രി നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ജൂലിയും ഇപ്പൊ അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇവര് 3 പേരും ചേർന്നിട്ട് ഭയങ്കര ജോളിയായിട്ട് തന്നെ ആ ഒരു ഭാഗത്തൂടെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അവർ ആ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പയ്യനെ കണ്ടുമുട്ടുകയാണ്. ഇവന്റെ പേര് ജാക്ക് എന്നാണ്. ഇവൻ ഈ ഒരു കടൽ കുതിരകളുടെ ബൊമ്മ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാനമായിട്ട് 2 മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജൂലിയും അതുപോലെ തന്നെ അവളുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു നീല ജാക്കറ്റ് ഇട്ടുള്ള ലേഡിയില്ലേ, അവളുടെ പേര് മാർത്ത എന്നാണ്. ഇവർക്ക് 2 പേർക്കും കൊടുക്കാനുള്ള ടോയ് മാത്രമേ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ കൂടെയുള്ള 3ാമത്തെ ആളുടെ പേര് ഹന്ന എന്നാണ്. ഹന്നയ്ക്കും ഈ ഒരു ടോയ് വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ജാക്കിന്റെ കയ്യിൽ അവസാനമായിട്ട് അത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഹന്നയ്ക്ക് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ബാക്കി ആർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോയ്സ് തിരിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. ഇപ്പൊ വീണ്ടും 3 പേരും ചേർന്നിട്ട് അതിൽ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മറ്റൊരു ലേഡി വന്നിട്ട് ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട് ഇവിടെ മെർമെയ്ഡ്സിനെ നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് അവിടെ അടിച്ചു വെക്കുന്നുണ്ട്. ഇവളാണ് ഈ ഒരു സിറ്റിയുടെ മേയർ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ജാക്ക്, അവന്റെ അമ്മയാണ് ഇവര്. ഇവർക്ക് മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ബോർഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേര് അവിടേക്ക് വന്നിട്ട് മേയറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഒരു ബോർഡൊക്കെ ഇവിടെ അടിച്ചു വെക്കുന്നത്? മെർമെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ മേയറിനോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ഈ ഒരു ബോർഡ് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ മേയറിന്റെ കൂടെ കൂടിയിട്ട് ആ ഒരു വെക്കേഷൻ അവർ അവിടുന്ന് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെലിബ്രേഷൻ ഭയങ്കര രസമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൈനെ കാണിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു ശംഖ് ഉണ്ടായിരുന്നു. അവൻ ആ ഒരു ശംഖൊക്കെ എടുത്ത് കുറച്ചു നേരം നോക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ശംഖ് അവന്റെ ബാഗിലേക്ക് തന്നെ വെക്കാണ്. ഇതിന്റെ ഇടയിൽ ജൂലിയ വന്നിട്ട് അവന്റെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൈക്കാണെന്നുണ്ടെങ്കിൽ ജൂലിയനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് ഹാപ്പി ആവാണ്. നീ ഇപ്പോഴേ വീട്ടിലേക്ക് തിരിച്ചു പോവാണോ? ഞങ്ങള് ഇനി ഒരു 3 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അപ്പോ നിനക്ക് ഒരു 3 ദിവസം ഇവിടെ നിന്നൂടെ എന്നൊക്കെ നൈസായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിപ്പോ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. സാറല്ല, ഒരു 100 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിന്നെ വന്ന് കണ്ടോളാന്ന് പറയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് പോവാണ്. എന്നാൽ ഈ പോകുന്ന പോക്കില് നമ്മുടെ കായിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശംഖില്ലേ, അതിപ്പോ നിലത്തേക്ക് വീണ് പോയിട്ടുണ്ട്. അത് കായ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ജൂലിയും കായും കൂടിയിട്ട് ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നിട്ട് മെല്ലെ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വെക്കേഷൻ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ജൂലിയെ പറയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പൊ കായിനെ ആ ഒരു ഭാഗത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം മുഴുവനും ജൂലി ഇപ്പോ നമ്മുടെ കൈനെ തെരഞ്ഞു നോക്കുന്നുണ്ട്. എന്നാലും എത്ര തെരഞ്ഞിട്ടും അവനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ കായ് എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ബീച്ചിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവൻ അവിടുന്ന് പോവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ അവിടുന്ന് പോവാനായിട്ട് അവന് തീരെ മനസ്സ് വരുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോ. എന്നാലും തീർച്ചയായിട്ടും ഞാനിപ്പോ തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കായ് ഇപ്പോ നേരെ ആ ഒരു ബീച്ചിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇവൻ വെള്ളത്തിൽ വീണ അതേ സമയത്ത് തന്നെ ഇവന് ചിറകുകളും അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അവനൊരു മെർമെയ്ഡ് ആയിരുന്നു. അവൻ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് തന്നെ വേറൊരു മെർമെയ്ഡ് വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. നീ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, എന്തായാലും വേഗം വാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടി അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവനെ കൂട്ടാനായിട്ട് വന്നിട്ടുള്ള ആ ഒരു മെർമെയ്ഡിന്റെ കൂടെ അവനും വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ ഒരു കടലിന്റെ അടിത്തട്ടിലായിട്ട് വലിയൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പോർട്ടലിന്റെ അടുത്തെത്തിയ സമയത്ത് പോലും അവന്റെ മനസ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒന്നും നോക്കാതെ തിരിച്ച് ജൂലിയുടെ അടുത്തേക്ക് തന്നെ പോയാലോ എന്ന് അവനിപ്പോ ആലോചിക്കുകയാണ്. എന്നാൽ ഇവനെ കൂട്ടാൻ വന്നിട്ടുള്ള അവന്റെ ചേച്ചി വീണ്ടും അവനെ വിളിക്കുകയാണ്. ഇപ്പോ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ
അവൻ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇവർ ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ആ ഒരു പോർട്ടൽ ടോട്ടലായിട്ട് ലോക്ക് ആവാണ്. ഈ ഒരു പോർട്ടലിന്റെ മറു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെർമെയ്ഡ്സിന്റെ മാത്രം ഒരു വിശാലമായ ലോകം ഉണ്ടായിരുന്നു. കായും അവന്റെ ശേഷിയും കൂടിയിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇവരുടെ ഫാമിലി ജീവിക്കുന്നത്. ഇപ്പൊ കായിന്റെ സിസ്റ്റർ പറയാണ്, ഇപ്പോഴെങ്കിലും നമ്മൾ വന്നത് നന്നായി, ഇവിടെയൊന്നും നമ്മുടെ അമ്മേനെ കാണുന്നില്ല, അവരെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് വഴക്ക് കേട്ടാനെ. കായിപ്പോ അവന്റെ ചേച്ചീന്റെ അടുത്ത് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു പോർട്ടലിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടുന്ന് ആ ഒരു പോർട്ടൽ കടന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അവനിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പോർട്ടൽ ഈ ഒരു സമയപ്പോഴത്തേക്കും മുഴുവനായിട്ട് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇവന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ കരയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാക്കിന് കായ് അവിടെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ശങ്കില്ലേ, അത് നമ്മുടെ ജാക്കിന് കിട്ടുകയാണ്. ഈ ഒരു ശംഖ് കണ്ടപ്പോ തന്നെ നമ്മുടെ ജാക്കിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹന്ന എണീറ്റ് വന്നിട്ട് ഇനി വരാൻ പോകുന്ന 3 ദിവസവും ഭയങ്കരമായിട്ട് എന്നെ എൻജോയ് ചെയ്യണം, അടിച്ച് പൊളിക്കണം എന്നൊക്കെ ആ ഒരു ജനലിന്റെ അവിടെ വന്നിട്ട് വിളിച്ചു കൂവുകയാണ്. ഇതിനുശേഷം അവളുടെ കൂട്ടുകാരികളൊക്കെ ചവിട്ടി എണീപ്പിക്കുന്നുണ്ട് അവള്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജൂലിയ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതാണ് ഇവര് കാണുന്നത്. എന്താ നിനക്ക് പറ്റിയത്? ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എണീറ്റ് വാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ജൂലിയനെ വിളിക്കുന്നുണ്ട്. കായും ഞാനും കൂടിയിട്ട് ഇന്നലെ രാത്രി ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൻ എന്നെ വിട്ടിട്ട് പോയി. അവനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവനില്ലാതെ എനിക്ക് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണിപ്പോ. ഇപ്പോ ഇവളുടെ ഈ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂട്ടുകാരികളും ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ഹോട്ടൽ റിസപ്ഷനിൽ ഡിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ട് ഐസ്ക്രീം കൊണ്ടുവരാനായിട്ട് പറയാണ്. ആ ഒരു ഐസ്ക്രീം നമ്മുടെ ജൂലിയക്ക് കൊടുത്തിട്ട് അവളൊന്ന് ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ജൂലിയ മെല്ലെ മെല്ലെ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഹാപ്പി ആവുകയാണ്. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ജൂലിയനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. എന്നാലും അവളുടെ മനസ്സിൽ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അവളിപ്പോ ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. അവളുടെ കണ്ണിന്ന് ആ ഒരു കണ്ണീര് അവളുടെ മേത്ത് വന്ന് വീഴാണ്. എന്നാൽ ഈ ഒരു കണ്ണീര് വീണ അതേ സമയത്ത് തന്നെ ആ ഒരു കണ്ണീര് പിങ്ക് കളറിലേക്ക് മാറുന്നുണ്ട്. മാർത്തയാണെന്നുണ്ടെങ്കിൽ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇതിന്റെ ഇടയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഫോക്സിന്റെ അടുത്തേക്ക് മാർത്ത ചെന്നിട്ട് ഈ ഒരു സർഫിംഗും കാര്യങ്ങളൊക്കെ നീ എനിക്ക് പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അവനും ഓക്കെ പറഞ്ഞിട്ട് മാർത്തയ്ക്ക് സർഫിംഗും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവര് തമ്മിൽ ചെറുതായിട്ട് റൊമാൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹന്നേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് നേരെ വന്നിട്ട് നമ്മുടെ ജാക്കിന്റെ കടയിൽ നിന്ന് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു 2 കടൽ കുതിരകളുടെ ടോയ്സും അവൾ ഒറ്റയ്ക്ക് വാങ്ങുകയാണ്, ഇവളുടെ ഫ്രണ്ട്സ് ഒന്നും അറിയാതെ. ഇപ്പൊ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനാണ് നിന്റെ കട ഇവിടെ വെച്ചത്? ബീച്ചിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം നടക്കൂലേ, പിന്നെ എന്തിനാണ് നിന്റെ കട ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ ജാക്കിനോട് ഹാന ചോദിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീന്തൽ അറിയില്ല, എന്റെ അമ്മ എന്നെ നീന്താനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ കുറെ കഥകളൊക്കെ ഉണ്ട്, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാന്ന് ജാക്ക് ഇപ്പോ ഹാനോട് പറയാണ്. ഇപ്പൊ ജാക്കിന് തലേദിവസം കിട്ടിയിട്ടുണ്ടായിരുന്ന കായിന്റെ ആ ഒരു ശംഖ് ഉണ്ടല്ലോ, ആ ഒരു ശംഖ് അവനിപ്പോ പുറത്തെടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് ഹാനോട് പറയുന്നുണ്ട് ഈ ഒരു ശംഖിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്റെ അച്ഛന് മെർമെയ്ഡ്സിന്റെ ലോകത്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് മെർമെയ്ഡ്സിന്റെ ലോകത്തിലുള്ള ശംഖാണ്. 100 വർഷത്തിലൊരിക്കല് മെർമെയ്ഡ്സ് കരയിലേക്ക് വരും. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു ശംഖാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു ശംഖിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജാക്ക് ഹാനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോക്സിന്റെ വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് മാർത്ത കയറി വരുന്നുണ്ട്. അവന്റെ ആ ഒരു വീട് മുഴുവനും അവൾ അങ്ങനെ നടന്നു കാണുകയാണ്. വീടിനുള്ളിൽ ഒരു പഴയ ഫോട്ടോ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ തന്നെ എന്താണ് നിന്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഫോക്സ് പറയുന്നുണ്ട് അതെന്റെ മുത്തച്ഛന്റെ ഫോട്ടോയാണ്, ഏകദേശം ഒരു 100 വർഷം മുന്നേ എടുത്ത ഫോട്ടോ ആണത്, അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോ അവിടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അവള് കാണുകയാണ്. അതിന്റെ മുകളിൽ ലിസിങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാർത്ത അവിടെ നിൽക്കുന്നുണ്ട്. മാർത്ത ഇപ്പോ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം നമ്മുടെ ഫോക്സിനോട് ചോദിക്കുകയാണ്. അവനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൾ തിരിഞ്ഞ സമയത്ത് തന്നെ അവളുടെ കൈ അറിയാതെ ആ ഒരു ഗ്ലാസ്സിൽ തട്ടുകയാണ്. ഇപ്പൊ ആ ഒരു വെള്ളം അവളുടെ കയ്യിലേക്ക് വീണ അതേ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ എന്തോ ഒന്ന് സംഭവിക്കുകയാണ്. വെള്ളം വീണ സ്ഥലത്ത് എന്തോ ഒരു മീനിന്റെ ഒക്കെ പോലുള്ള ചെതുമ്പലുകൾ ഇപ്പൊ തെളിഞ്ഞു വരികയാണ്. ഇത് കണ്ടപ്പോ തന്നെ മാർത്തയ്ക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പേടിച്ച് കൂവിയിട്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന പല സാധനങ്ങളും തല്ലി ഉടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇപ്പൊ നമ്മൾ ജൂലിയനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് ആ ഒരു ബാത്റൂമിലേക്ക് വന്നിട്ട് ബാത്ത് ടബിൽ നിറച്ചും വെള്ളം പിടിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇവൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയ അതേ സമയത്ത് തന്നെ എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഫീല് വരുന്നുണ്ട്. അവളെ ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിലേക്ക് അത് വലിച്ചെടുക്കുകയാണ്. എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മുടെ ജൂലി ഇപ്പൊ കാണാണ്. അത് കണ്ടിട്ട് വാവ് ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ മാർത്ത സ്പീഡായിട്ട് ഇവരുടെ ഹോട്ടലിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയപ്പോഴത്തേക്കും ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെതുമ്പലുകളൊക്കെ നോർമൽ ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ഇവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ നേരെ പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൈയിടാണ്. ഇവളുടെ കയ്യിലേക്ക് വെള്ളമായ അതേ സമയത്ത് തന്നെ കൈ മുഴുവനായിട്ടും ആ ഒരു ചെതുമ്പില് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് അവള് വീണ്ടും ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജൂലിയനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് ഉറക്കെ വാവുന്ന പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവളുടെ ശരീരത്തിലേക്ക് വെള്ളം തട്ടി അതേ സമയത്ത് തന്നെ അവള് മെർമെയ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കണ്ടിട്ടാണ് ഇവൾ ആ ഒരു എക്സൈറ്റ്മെന്റില് ഉറക്കെ കാറി കൂവിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മാർത്തനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് പേടിച്ചിട്ട് ആരെയും കാണാതെ മുന്നോട്ടേക്ക് ഇങ്ങനെ ഒളിച്ചു
ഒളിച്ചൊളിച്ച് നടന്നു പോവാണ്. ഇതിന്റെ ഇടയിൽ ഇവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ഇവളുടെ കാല് വെള്ളത്തിൽ പോയി വീണതും ഈ വെള്ളത്തിൽ നിന്ന് എന്തോ ഒരു മാജിക് പോലെ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ നിലത്തേക്ക് വീണ് പോവാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലിയനെ പോലെ ഇവൾക്കും ആ ഒരു മെർമെയ്ഡിന്റെ വാല് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാന്ന് അവൾക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവള് ചുറ്റും ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അവൾ ഉരുണ്ടുരുണ്ട് ആ ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ ഹന്ന മെല്ലെ തിരിച്ചു വരുന്നുണ്ട്. ഇവള് ഹോട്ടലിലെത്തിയ അതേ സമയത്ത് തന്നെ ആ ഒരു ടേബിളിന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെന്താ ഇപ്പൊ ഈ ഒരു ശബ്ദം എന്ന് വിചാരിച്ചിട്ട് ഹന്ന ഇപ്പൊ മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. ടേബിളിന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു തുണി മാറ്റി നോക്കുന്ന സമയത്ത് ഉള്ളില് മാർത്തിരിക്കുന്നത് അവള് കാണുകയാണ്. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഹന്ന ഇപ്പൊ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പെട്ടെന്ന് മീനായിട്ട് മാറി, എന്റെ കാലിന് പകരം ഒരു വാലൊക്കെ വന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നിനക്ക് എന്താടി പറ്റിയത്, വല്ല കഞ്ചാവും വലിച്ചു കയറ്റിയോ? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു ബാസ്കറ്റിന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ആ വലിയ വാലാണല്ലോ വന്നേക്കുന്നത്, ആ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ കളിയാക്കാണ്. ഇനിയിപ്പോ എന്തായാലും കളിച്ചതൊക്കെ മതി, മോൾ എണീറ്റ് നിൽക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ അവളെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. മാർത്തിയെ ഇപ്പൊ മെല്ലെ നോക്കുന്ന സമയത്ത് അവളുടെ വാല് വീണ്ടും കാലായിട്ട് മാറിയിട്ടുണ്ട്. കാല് കാല് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു റൂമിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂളായിട്ട് ഇവര് നടന്നു വന്നിട്ട് ഈ റൂമിലുണ്ടായിരുന്ന ബാത്റൂം തുറന്നു നോക്കാണ്. എന്നാൽ ബാത്ടബിൽ കിടക്കുന്ന ജൂലിയനെ കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേരുടെയും കിളി അങ്ങനെ പറക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മക്കളെ, ഞാൻ മെർമെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? എനിക്ക് മെർമെയ്ഡായിട്ട് ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ എന്ന് ജൂലി ഇപ്പൊ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാർത്തി ഒന്ന് ഷോക്കായിട്ട് അപ്പൊ ഞാനും മെർമെയ്ഡായിട്ട് മാറിയിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയാണ്. ഹന്ന ഇപ്പൊ വിചാരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവളെ പ്രാങ്ക് ചെയ്യാന്നാണ്. അതുകൊണ്ട് തന്നെ അവള് നേരെ പോയിട്ട് ജൂലിയന്റെ ആ ഒരു വാല് പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാല് എത്ര വലിച്ചിട്ടും ആ ഒരു വാല് ഇളകി പോരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ജൂലിയാണെന്നുണ്ടെങ്കിൽ ഉറക്കെ കിടന്ന് കരയാണ്. എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ അവളിപ്പോ വിളിച്ചു പറയാണ്. അപ്പോ ഇത് കോസ്റ്റ്യൂം അല്ലേ, ശരിക്കും നിനക്ക് വാല് വന്നാ? അതെ അതെ, ഞാൻ ശരിക്കും മെർമെയ്ഡായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു വെള്ളത്തിന്റെ മുകളിൽ അവൾ ഇങ്ങനെ കൈകൊണ്ട് അടിക്കുകയാണ്. ഇപ്പൊ വെള്ളം തെറിച്ചിട്ട് മാർത്തയുടെ മേലേക്കും വീഴുന്നുണ്ട്. വെള്ളം അവളുടെ മേത്ത് വീണ ആ ഒരു സമയത്ത് തന്നെ ഇവളുടെ മേത്ത് നിന്ന് ചില മാജിക്കൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. മാർത്തയും ഇപ്പൊ മെർമെയ്ഡായിട്ട് മാറിയിട്ട് നേരെ താഴേക്ക് വീഴുകയാണ്. ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഓഹോ, അപ്പൊ വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മെർമെയ്ഡായിട്ട് മാറുമല്ലേ, വെള്ളം വറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് മാറും, ഇതാണ് നിങ്ങളുടെ പ്രശ്നമല്ലേ എന്നൊക്കെ ഹന്ന ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഒരു കടൽക്കരയിലേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു വരികയാണ്. ജൂലിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കുളിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു കടൽ നോക്കി ഓടാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് കണ്ടീഷനിലാന്നുള്ള കാര്യം നീ മറന്നു പോരുത് എന്ന് പറഞ്ഞിട്ട് ജൂലിയനെ ഇപ്പൊ മാർത്ത പിടിച്ചു വെക്കാണ്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിട്ട് എന്റെ കൂടെ തന്നെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഫോക്സ് അങ്ങോട്ടേക്ക് വരികയാണ്. മാർത്തനെ കണ്ടപ്പോ തന്നെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവനിപ്പോ ചോദിക്കുകയാണ്. ഇപ്പൊ ഹാന വന്നിട്ട് ഫോക്സിന്റെ അടുത്ത് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് നേരെ ഫോക്സിന്റെ വീട്ടിലേക്ക് പോവാണ്. മെർമെയ്ഡ്സിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അതിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും അറിയോന്നൊക്കെ ഫോക്സിനോട് അവരിപ്പോ ചോദിക്കുകയാണ്. അതൊക്കെ വെറും കെട്ടിയതുകളല്ലേ, ഇനിയിപ്പോ ശരിക്കും മെർമെയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ വിളിച്ചു പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹന്ന അവന്റെ നേരെ ചൂടാവാണ്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾക്കും ഈ ഒരു മെർമെയ്ഡ്സിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ മേയർ ഞങ്ങൾ വന്ന ദിവസം ഒരു ബോർഡുമായിട്ട് ആ ഒരു ബീച്ചിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നോ? മെർമെയ്ഡ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലുന്നൊക്കെ ആ ഒരു പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ, നീയും അവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം എന്താ പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നൊന്ന് തെളിച്ച് പറയാന്നൊക്കെ അവളിപ്പോ ഫോക്സിനോട് പറയാണ്. ഫോക്സ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എടുത്തിട്ട് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു ദ്വീപിലുണ്ടായിരുന്ന ഏകദേശം ഒരു 20 ആളുകള് അവരുടെ റിസർച്ച് വഴി ഈ ഒരു മെർമെയ്ഡ്സ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെർമെയ്ഡ്സിനെ തെരഞ്ഞിട്ട് അവർ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പോയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു കപ്പലിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇന്നും ആർക്കും അറിയില്ല. എന്റെ അഭിപ്രായത്തില് മെർമെയ്ഡ്സ് ഒന്നും ഇല്ല, അഥവാ ഇനി മെർമെയ്ഡ്സ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ ഫോക്സ് ഇപ്പൊ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ 3 പേരും നല്ല രീതിയിൽ ഷോക്കാവാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇവനോടൊന്നും പറയേണ്ടെന്ന് അവരിപ്പോ തീരുമാനിക്കുകയാണ്. ഫോക്സ് ഒന്ന് തിരിഞ്ഞ സമയത്ത് തന്നെ ഇവര് 3 പേരും കൂടിയിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അടുത്തതായിട്ട് ഇവര് നേരെ പോയത് നമ്മുടെ ആ ഒരു ചെറിയ പയ്യനായിട്ടുള്ള ജാക്ക് ഉണ്ടായിരുന്നില്ലേ, അവന്റെ അടുത്തേക്കായിരുന്നു. ഇപ്പോ ഹന്ന നമ്മുടെ ജാക്കിനോട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ മെർമെയ്ഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് പറയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുമെന്ന് അവനോട് ഹാന ചോദിക്കുന്നുണ്ട്. മെർമെയ്ഡ്സിനെ തെരഞ്ഞിട്ട് ഒരു 20 ആളുകള് ഈ ഒരു കടലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ നമ്മുടെ ജാക്കിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് ജാക്കിന്റെ അമ്മയായിട്ടുള്ള ഈ സിറ്റിയുടെ മേയർ അവർക്ക് മെർമെയ്ഡ്സിന്റെ മുകളിൽ ഇത്രയും ദേഷ്യം വന്നിട്ടുള്ളത്. ജാക്കിനെയും നീന്തലൊന്നും പഠിപ്പിക്കാതെ ആ ഒരു കടലിന്റെ അടുത്തേക്ക് തന്നെ പോകാനായിട്ട് അവനെ സമ്മതിക്കാതെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ജാക്ക് പറയുന്നുണ്ട്, ഈ ഒരു മെർമെയ്ഡ്സ് കരയിലേക്ക് വരുന്ന സമയത്ത് അവരെ കൊണ്ട് ചില മനുഷ്യന്മാരൊക്കെ ഇൻഫെക്റ്റഡ് ആവാറുണ്ട്. അങ്ങനെ ഇൻഫെക്റ്റഡ് ആയതിനു ശേഷം 3 ദിവസം അവരുടെ ശരീരത്തിലേക്ക് വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മെർമെയ്ഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവുമെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആവുന്നുള്ള കാര്യം അറിഞ്ഞപ്പോ 3 പേർക്ക് നല്ല രീതിയിൽ സന്തോഷമാവാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് ജാക്കിനോട് ഇപ്പോ ആ ഒരു 3 പേരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്ക് ഇപ്പൊ പറയാണ്, എന്റെ വീട്ടില് ഒരു റൂമുണ്ട്. ആ ഒരു റൂമിലാണ് എന്റെ അച്ഛൻ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മെർമെയ്ഡ്സിന്റെ ഒരു പാട്ട് എന്റെ അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് എന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കറിൽ സേഫ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് ഇപ്പൊ പറയാണ്. ഇപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നോർമൽ ആവുന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ 3 പേരും നല്ല ഹാപ്പി ആവുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ അവിടുന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ ഇവർ റൂമിലേക്ക് വന്ന സമയത്ത് ജൂലിയ പറയാണ്, ഇനി വെറും 2 ദിവസം മാത്രമേ ഞാൻ മെർമെയ്ഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് മെർമെയ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ജൂലിയ ഇപ്പൊ വിളിച്ചു പറയാണ്. ഇപ്പൊ ഹാനയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരെ വിളിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും പോകുന്നവരൊന്നും കാത്തിരിക്കുന്നില്ല, അതിപ്പോ തന്നെ തന്നേക്കാന്ന് പറഞ്ഞിട്ട് ജാക്കിന്റെ അടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഒരു ടോയില്ലേ അതിപ്പോ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് അവൾ എടുത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടോയ് കണ്ടപ്പോ തന്നെ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ഇവൾക്ക് മാത്രം ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജൂലി ആ ഒരു റൂം മുഴുവൻ തെരഞ്ഞിട്ട് ബാത്തബിൽ ഇടുന്ന ചെറിയൊരു ഡക്കിന്റെ ഒരു ടോയ് ഉണ്ടായിരുന്നു അവിടെ. അതിപ്പോ അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അവൾ ഒരുമാതിരിയൊക്കെ ചിരിച്ചിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോ ജാക്കിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റിയിലുള്ള ആളുകളെ മുഴുവനും വിളിക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻസ് 3 പേരും കൂടിയിട്ട് എന്താണ് അവൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു വാട്ടർ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാരെയും ഇവിടേക്ക് വിളിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻസിന് 3 പേർക്കും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും ഇഷ്ടമല്ല, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗെയിമിൽ നിങ്ങൾ പങ്കെടുക്കണം, അതല്ലാതെ ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ 3 പേരെയും പിടിച്ചിട്ട് അവിടെ നിർത്തുന്നുണ്ട്. ഇപ്പൊ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവർ ജാക്കിനെ വിളിച്ചിട്ട് ഈ ഒരു ഗെയിമിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അതിന് നീ ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ അവരിപ്പോ നമ്മുടെ ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. ചേച്ചിമാരെ, എന്റെ അമ്മയ്ക്ക് ഓരോരോ വെക്കേഷൻ ടൈമിലും ഈ സിറ്റിയിൽ ആരെങ്കിലും മെർമെയ്ഡ്സ് ആയിട്ട് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരും. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് അവർ ആരെയും സമ്മതിക്കാറില്ല. എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ഗെയിം കളിച്ചേ പറ്റുള്ളൂ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ 3 പേരും അവിടെ പെട്ടുപോവാണ്. ഇപ്പോ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന വാട്ടർ ഗൺസ് യൂസ് ചെയ്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോയിൻസ് 3 പേരാണെങ്കിൽ ഒരു വിധത്തിൽ നൈസായിട്ട് ഒളിച്ചു നിന്നിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ മേത്തേക്ക് വെള്ളം വീഴുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാന നോർമൽ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ നേരെ വരുന്ന വെള്ളമെല്ലാം നമ്മുടെ ഹാന പോയിട്ട് ഏറ്റുവാങ്ങുന്നുണ്ട്. ഒരു ടൈമില് ഇവരുടെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന കൊട വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ അവർ ബ്ലോക്ക് ചെയ്യാണ്. ഇപ്പോ ഈ ഒരു മാച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് മഴ പെയ്യുന്ന പോലെ തന്നെ ഒരുപാട് വെള്ളം അങ്ങനെ ആകാശത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഹന്നയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ചേർന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷമാണ് ഇവൾക്ക് ഇവളുടെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇവർ രണ്ടുപേരും എവിടെയാന്നൊക്കെ അവൾ ഇപ്പൊ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ജൂലിയ മാർത്തയും കൂടി പോയിട്ട് ഒരു വാട്ടർ പ്രൂഫ് കോസ്റ്റ്യൂം ഒക്കെ ആയിട്ടാണ് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു മാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ റൂമിലേക്ക് പോവാണ്. ജൂലിയ ആണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ബാത്ടപ്പിൽ തന്നെ പോയി കിടക്കുകയാണ്. ഇപ്പൊ മെർമെയ്ഡായിട്ട് മാറുന്ന ആ ഒരു കാര്യമൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ അവൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഹന്നയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരു ഔട്ടിങ്ങിനായിട്ട് പോയതാണ്. ഈ ഒരു ഗ്യാപ്പിൽ ജൂലിയ മാർത്തേനും കൂട്ടിയിട്ട് കടൽക്കരയിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ മെർമെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്, എന്നാൽ ഇതുവരെ നമ്മൾ കടലിൽ നീന്തിയിട്ടില്ലല്ലോ. ഇതിന്റെ ഫീല് എങ്ങനെയാന്നുള്ളത് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പ്ലീസ് ഈ പ്രാവശ്യം എന്റെ കൂടെ ഒന്നും വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മാർത്തിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അവള് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ മാർത്തയാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ജൂലിയ പറഞ്ഞു കഴിഞ്ഞപ്പോ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവളും ഇപ്പൊ അതിന് സമ്മതിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും കൂട്ടിയിട്ട് ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. കടലിലേക്ക് ചാടി അതേ സമയത്ത് തന്നെ ഇവർ മെർമെയ്ഡായിട്ട് മാറുകയാണ്. ആ ഒരു ഫീലൊക്കെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ശരീരം മുഴുവനും ഇപ്പൊ ഭയങ്കരമായിട്ട് തിളങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടും ഇവർക്ക് ശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോ ഇവർ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. മെല്ലെ ഇപ്പൊ മേലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് നല്ല രസമുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. എന്നാൽ ഈ ഒരു മലയുടെ മുകളിൽ നമ്മുടെ ഹാന നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ എൻജോയ് ചെയ്യുന്ന കാര്യമൊക്കെ ഹാന അവിടുന്ന് കാണുന്നുണ്ട്. ഹാനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സങ്കടമാണ്. കാരണം ഇവളെ കൂട്ടാതെയാണല്ലോ ബാക്കി രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവളിപ്പോ ഭയങ്കര സാഡായിട്ട് ഈ ഒരു കടൽക്കരയിലേക്ക് വന്നിട്ട് കടലിലേക്ക് നോക്കി ഉറക്കെ വിളിച്ച് പറയാണ്, എന്നെ മാത്രം എന്താണ് മെർമെയ്ഡായിട്ട് മാറ്റാത്തത്. അവളുടെ ആ ഒരു വിഷ് അവളിപ്പോ ആ ഒരു കടലിലേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ട് അവൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു വെള്ളത്തിൽ നനഞ്ഞു നോക്കുന്നുണ്ട് അവൾ മെർമെയ്ഡായിട്ട് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ നോക്കുമ്പോഴും അവൾ മെർമെയ്ഡായിട്ടൊന്നും മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സാഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് അവൾ ഒരു കാര്യം കാണുന്നത്. ഒരു ചെറിയ പെൺകുട്ടി ഇവളെ തന്നെ നോക്കിയിട്ട് ഇവള് വിളിച്ചു പറയുന്ന കാര്യം നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹാനയ്ക്കാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ചമ്പല് വരികയാണ്. ഇപ്പൊ നമ്മുടെ ജാക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ജാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ ഹാനയ്ക്ക് ഒരു കമ്പനി കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷമാവാണ്. നീ കഴിഞ്ഞ ദിവസം മെർമെയ്ഡ്സിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മെർമെയ്ഡ്സ് കാരണം നമ്മൾ ഇൻഫെക്റ്റഡ് ആവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആർക്കെങ്കിലും അങ്ങനെ മെർമെയ്ഡായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് അവളിപ്പോ
ജാക്കിനോട് ചോദിക്കുകയാണ്, എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മ അറിയാതെ എന്റെ അച്ഛന്റെ ഒരു ഡയറി ഉണ്ട്, അതിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ജാക്ക് ഹാനനും കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. ഒരു റൂമിന്റെ ഉള്ളിൽ ഇവന്റെ അച്ഛന്റെ റിസർച്ച് ബുക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ ഈ റൂമിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ഡയറി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. കുറെ നേരം തെരഞ്ഞു കഴിഞ്ഞപ്പോ ജാക്കിന് ആ ഒരു ഡയറി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ചേർന്നിട്ട് ആ ഒരു ഡയറി വായിച്ചു നോക്കുകയാണ്. എന്നാൽ അത് വായിച്ചു നോക്കിയ സമയത്ത് തന്നെ ഹെന്നയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. മെർമെയ്ഡ്സിന്റെ ഇൻഫെക്ഷൻ അത് 3 ദിവസം മാത്രമേ നീണ്ടു നിൽക്കുന്നല്ല ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി 3 ദിവസത്തിനുള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ ഒരു പ്രൊസീജിയർ വഴി ഒഴിവാക്കണം. 3ാമത്തെ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ അതിനുശേഷം മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അവർ ജീവിതകാലം മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അടുത്ത സീനിൽ ഹന്നയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇവൾ ആ ഒരു ഡയറി വായിച്ചിട്ടുള്ള കാര്യവും അതിലത്തെ ഡീറ്റെയിൽസ് മുഴുവനും അവളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജൂലി ഒരുപാട് ഹാപ്പി ആവാണ്. ജീവിതകാലം മുഴുവനും മെർമെയ്ഡ്സ് ആയിട്ട് തന്നെ ജീവിക്കാലോ, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് നല്ല രീതിയിലുള്ള സന്തോഷം വന്നിട്ടുണ്ട്. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാർത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ്. ജീവിതകാലം മുഴുവനും ഈ ഒരു വാലും നോക്കി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ അത് ഒഴിവാക്കണമെന്ന് മാർത്ത ഇപ്പൊ പറയുന്നുണ്ട്. നീ എന്തോ പ്രൊസീജിയറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ, അതെന്താന്ന് ഹാനോട് ഇപ്പൊ മാർത്ത ചോദിക്കുകയാണ്. അതോ അത് ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രൊസീജിയർ ആണ്. ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ മാർത്ത ഒരു സീനില് നമ്മുടെ ഫോക്സിന്റെ ആ ഒരു റൂമിൽ വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ മുകളിൽ ലിസിങ്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ മാർത്തയ്ക്ക് ഇപ്പൊ ഓർമ്മ വരുവാണ്. ലിസിങ്ക എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് എന്താന്നുള്ളത് ഒരാൾക്ക് അറിയാം. ഇപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ മാർത്ത പറഞ്ഞിട്ട് അവളിപ്പോ നേരെ നമ്മുടെ ഫോക്സിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ഫോക്സിനെ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ട്. വെള്ളം ഇവളുടെ കയ്യിലേക്ക് വീണ അതേ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ മാജിക്കലായിട്ട് തന്നെ ആ ഒരു മീനിന്റെ ചെതുമ്പലുകൾ ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഫോക്സ് ഞെട്ടി വിറച്ചു പോവാണ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞങ്ങൾക്ക് ഇതുപോലൊരു ഇൻഫെക്ഷൻ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മുഴുവൻ കഥയും നമ്മുടെ ഫോക്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാർത്ത. എന്റെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് അവളിപ്പോ പറയാണ്. ലിസിങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണെന്ന് അറിയോന്ന് ഫോക്സിനോട് ഇപ്പൊ മാർത്ത ചോദിക്കുന്നുണ്ട്. മെർമെയ്ഡ്സിന്റെ സോങ്ങിനാണ് ലിസിങ്ക എന്ന് പറയാ. നിന്റെ ഈ ഒരു ഇൻഫെക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ സോങ് ഓഫ് ദ മെർമെയ്ഡ് അത് നീ ഒരു 3 ദിവസത്തിനുള്ളിൽ ഉറക്കെ പാടണം. അതാണ് ഈ ഒരു ഇൻഫെക്ഷൻ കളയാനായിട്ടുള്ള ഒരേ ഒരു വഴി. മാർത്ത ഇപ്പൊ വന്നിട്ട് ഫോക്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹന്നയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ജാക്കിന്റെ അച്ഛൻ ആ ഒരു സോങ് ആണ് ഒരു ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെങ്കിലും അടിച്ചു മാറ്റി എടുക്കണം. അത് മാത്രമല്ല ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ വായിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. 3 പേരും കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ജാക്കിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡയറി വാങ്ങുന്നതിനായിട്ട് അവന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇപ്പൊ ആ ഒരു വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഹന്ന ഇങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടൊക്കെ ആ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട്. എന്നാൽ അവള് നേരെ ചെന്നത് നമ്മുടെ മാർത്തേന്റെ മേത്തേക്കായിരുന്നു. മാർത്ത ഇപ്പൊ തെറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫൗണ്ടനിലേക്ക് വീഴാണ്. ഇവളുടെ ശരീരത്തിൽ വെള്ളമായ അതേ സമയത്ത് തന്നെ അവള് മർമെയ്ഡായിട്ട് മാറുന്നുണ്ട്. എന്നാൽ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജാക്കിന്റെ അമ്മ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഇവർ 3 പേരും വീടിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടത് കാണാണ്. ആരോ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ഇവർക്ക് ഇപ്പൊ മനസ്സിലാവാണ്. ഇപ്പൊ ഹന്നയും ജൂലിയും കൂടിയിട്ട് നമ്മുടെ മാർത്തേനെ പൊക്കി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്നാൽ ജാക്കിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെല്ലെ മെല്ലെ നടന്നിട്ട് ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പൊ ഇവർ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് കൂടെ വെള്ളം പോകുന്ന ഒരു ടണൽ അതിൽ പോകുന്നുണ്ടായിരുന്നു. ഹാന വേഗം പോയിട്ട് മാർത്തേനെയും ജൂലിയനെയും കൂട്ടിയിട്ട് ആ ഒരു ടണലിനുള്ളിലേക്ക് വിടുകയാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും അവിടുന്ന് പോയ സമയത്താണ് മേയർ അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ ജൂലിയന്റെ അടുത്തേക്ക് നമ്മുടെ മേയർ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ എന്തിനാ എവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഏതോ ഒരു വീട്ടിൽ പാർട്ടി നടക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് വീട് മാറിപ്പോയതാണ്, സോറി എന്നൊക്കെ ഇപ്പൊ ഹാന അവരോട് പറയുന്നുണ്ട്. ഇപ്പൊ മേയർ ആണെന്നുണ്ടെങ്കിൽ ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇപ്പൊ അവര് പോയ അതേ സമയത്ത് തന്നെ ജാക്ക് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്. നമ്മുടെ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡയറി നമ്മുടെ ഹാനയ്ക്ക് കൊടുക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഇവര് 3 പേരും കൂടിയിട്ട് സേഫ് ആയിട്ട് ഇവരുടെ ഹോട്ടലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഡയറിയിലുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോ അവിടുന്ന് വായിച്ചു നോക്കുകയാണ്. 100 വർഷത്തില് 2 ദിവസം മാത്രമേ ഈ ഒരു മെർമെയ്ഡ്സിന് കരയിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു മെർമെയ്ഡ് കിസ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യം വായിച്ച സമയത്ത് തന്നെ ജൂലിക്ക് ഒരുപാട് ഷോക്ക് ആവാണ്. 100 വർഷത്തിന് ശേഷം ഇനി ഞാൻ ഒരു പ്രാവശ്യം കൂടി നിന്നെ കാണാനായിട്ട് വരുന്നത് കൈ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യമൊക്കെ ജൂലിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അവൻ വെറുതെ എന്തോ തമാശക്ക് പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അവൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കായ് മെർമെയ്ഡ് ആണ്, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവൻ എന്നോട് അന്നങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവൻ കിസ് ചെയ്തുകൊണ്ടാണ് ഞാനും മെർമെയ്ഡായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ 3 പേർക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർത്ത എങ്ങനെയായിരിക്കും മാറിയിട്ടുണ്ടാവുക, അവൾക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയത്? ജൂലി ഇപ്പൊ മാർത്തയോട് ചോദിക്കുന്നുണ്ട്. ഏയ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അവനും അവന്റെ ഒരു ഹെയർ സ്റ്റൈലും അവൻ എന്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഫോക്സിനെ മാത്രമേ കിസ് ചെയ്തിട്ടുള്ളൂ എന്ന് അവൾ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോവാണ്. ഓഹോ, അപ്പൊ ഫോക്സും മെർമെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും തന്നെ ഷോക്ക് ആവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇവര് 3 പേരും കൂടിയിട്ട് ഫോക്സിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവനോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവനും മെർമെയ്ഡ് ആണെന്ന് സമ്മതിക്കുകയാണ്. അതേപോലെ ഒരു സീനില് അവന്റെ മുത്തശ്ശന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഫോട്ടോയിലുള്ളത് അവന്റെ മുത്തശ്ശനൊന്നും അല്ലായിരുന്നു, അത് അവൻ തന്നെയായിരുന്നു. അതേപോലെ നമ്മുടെ കായ് ഉണ്ടല്ലോ, അവനാണ്
ഈ ഒരു മെർമെയ്ഡ്സിന്റെ ലോകത്തിലെ രാജകുമാരൻ. അവനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോക്സ് ഇപ്പൊ പറയുന്നുണ്ട്. അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞാനും അവനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെർമെയ്ഡ്സിന്റെ ലോകത്തേക്ക് ഞാൻ തിരിച്ചു പോവാതെ ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ 100 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു വരുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഫോക്സ് ഇപ്പൊ അവരോട് പറയാണ്. പക്ഷെ വെള്ളം വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു മെർമെയ്ഡായിട്ട് മാറില്ലേ? പിന്നെ എങ്ങനെയാണ് നിനക്ക് സർഫ് ചെയ്യാനൊക്കെ പറ്റുന്നത്? ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ഞാൻ സർഫർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ കട്ട് ചെയ്തിട്ട് മെർമെയ്ഡ്സിന്റെ ലോകം കാണിക്കുകയാണ്. അവിടെ നമ്മുടെ കായും അവന്റെ ചേച്ചിയും കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കായ് ഭയങ്കര ഷോക്കായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവന്റെ അടുത്ത് ഇപ്പൊ ചേച്ചി ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്? കരയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം നിന്റെ മൂടാകെ മാറിയത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേമാതിരി കരയിൽ വെച്ചിട്ട് ഞാനൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ കിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഇപ്പോ അവന്റെ ചേച്ചിനോട് അവനിപ്പോ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവന്റെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നത്? നീ അവളെ കിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. 3 ദിവസത്തിനുള്ളിൽ അവൾക്ക് ആ ഒരു കണ്ടീഷൻ ക്യൂർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും അവൾ മെർമെയ്ഡായിട്ട് നടക്കേണ്ടി വരും. അവളെ നീ പോയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് കായുടെ ചേച്ചി ഇപ്പോ കായിനോട് പറയാണ്. ആക്ച്വലി നമ്മുടെ കായ് ആ ഒരു ശങ്ക അവിടെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ഒരു പോർട്ടൽ തുറക്കാനുള്ള കീ ആയിരുന്നു. 100 വർഷത്തിൽ ഒരിക്കൽ 2 ദിവസം ആ ഒരു പോർട്ടൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും. എന്നാൽ ഇടയിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ആ ശംഖ് വെച്ചിട്ടാണ് പോർട്ടൽ ഓപ്പൺ ആക്കേണ്ടത്. എന്നാൽ രണ്ടുപേരും കൂടിയിട്ട് എത്ര തെരഞ്ഞിട്ടും ആ ഒരു ശംഖ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ജൂലിയയ്ക്ക് കായ് മെർമെയ്ഡ് ലോകത്തിന്റെ പ്രിൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാണ്. അവൻ പ്രിൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും പ്രിൻസസ്. ഹാനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. നീ ഒന്ന് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കോ? ഓൾറെഡി 2 ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി 1 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് മുഴുവനും നിങ്ങൾ ആ ഒരു വാലുമായിട്ട് നടക്കേണ്ടി വരും. നമുക്ക് ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അവള് പറയാണ്. അങ്ങനെ ഇവര് 3 പേരും കൂടിയിട്ട് ജാക്കിന്റെ വീട്ടിലേക്ക് വന്നേക്കുകയാണ്. ജാക്കിന്റെ ഫാദർ ഈ ഒരു മെർമെയ്ഡ്സിന്റെ ഒരു സോങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സോങ് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇനി ക്യൂർ ആവാനായിട്ടുള്ള ഒരേ ഒരു വഴി. അതുകൊണ്ടാണ് അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഇവർ മെല്ലെ മെല്ലെ ഒരു ടോർച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് ജാക്കിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ജാക്കിന്റെ അമ്മ മേലെ നിന്ന് താഴേക്ക് മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ഇവർ 3 പേരും തന്നെ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒളിക്കുകയാണ്. ഈ ഒരു മേയർ ലേഡിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ആരോ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ഫീൽ ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവിടേക്ക് ഒന്ന് തെരഞ്ഞു നോക്കുന്നുണ്ട്. ആരുമില്ലാന്ന് കൺഫേം ചെയ്തിട്ട് അവര് അവിടുന്ന് തിരിച്ച് അവരുടെ ബെഡ്റൂമിലേക്ക് തന്നെ പോവാണ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അവർ നേരെ ആ ഒരു റിസർച്ച് റൂമിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞിട്ട് അവസാനം ആ ഒരു ലോക്കർ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോ ഇതിന്റെ പാസ്വേഡ് എന്താന്നുള്ളത് 3 പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായിരിക്കും ആ ഒരു പാസ്വേഡ് എന്ന് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ മേയർ ലേഡിന്റെ പേര് അവിടെ ആ ഒരു പാസ്വേഡ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ലോക്കർ തുറന്നു വരികയാണ്. ഇപ്പൊ അകത്തേക്ക് കൈയിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ആ ഒരു സോങ് ഓഫ് മെർമെയ്ഡ് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു പേപ്പേഴ്സുമായിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. 3 പേരും കൂടിയിട്ട് നമ്മുടെ ഫോക്സിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആ ഒരു സോങ് ഓഫ് മെർമെയ്ഡ് നമ്മുടെ ഫോക്സിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് ഞങ്ങളുടെ ആ ഒരു ഇൻഫെക്ഷൻ കളയുന്നതിനായിട്ട് ഈ ഒരു പാട്ട് നീ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാന്ന് പറയാണ്. ഇപ്പൊ ഫോക്സും ആ ഒരു കോമ്പോസിഷൻ ഒക്കെ മുഴുവനായിട്ട് വായിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അത് വർക്ക് ചെയ്യുന്ന അവന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ഹന്ന ചോദിക്കുകയാണ്. ഈ ഒരു പാട്ട് 3 മെർമെയ്ഡ്സിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾ 2 പേരും മാത്രമാണ് ഈ ഒരു ശാപത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല. 3 മെർമെയ്ഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പാട്ട് വർക്ക് ആവുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻഫെക്ഷൻ അത് ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിൻസ് അവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ജൂലി പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജീവിതകാലം മുഴുവനും ഇങ്ങനെ മെർമെയ്ഡായിട്ട് തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാർത്തയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ ഒരു മാതിരി പ്രാന്ത് പിടിച്ച പോലെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജൂലിന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹാന വന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇടപെട്ടിട്ട് അവരുടെ ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് ആ ഒരു വഴക്ക് തീർക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് 3 പേരും 3 വഴിക്ക് പോവാണ്. എന്നാൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്രയും കാലം ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളും ഇവർ ആ ഒരു ബാൻഡ് നടത്തിയ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ അടിച്ചു പിരിയാനായിട്ട് പാടില്ല എന്ന് ഇപ്പൊ തീരുമാനിക്കുകയാണ് 3 പേരും. നമ്മളുടെ K3 ബാൻഡ് എപ്പോഴും ഒരുമിച്ചുണ്ടാവണം എന്നൊക്കെ ഓരോരുത്തർക്കും തോന്നുവാണ്. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഇവർ 3 പേരും ഒരു സ്ഥലത്ത് വന്നിട്ട് മീറ്റ് ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇവർ 3 പേരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു വഴക്കൊക്കെ ഇപ്പൊ മെല്ലെ മെല്ലെ മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവർ 3 പേരും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ഹന്നയ്ക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അവൾക്ക് ചെറുതായിട്ട് തല ചുറ്റാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ബോധം കിട്ടി നിലത്തേക്ക് വീഴുന്നുണ്ട്. മാർത്തയ്ക്കും നമ്മുടെ ജൂലിയയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഷോക്ക് വരാണ്. ഇവൾക്ക് എന്താ പറ്റിയെന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. ജൂലി പോയിട്ട് ഹന്നയ്ക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ഹന്ന ചാടി എണീക്കുകയാണ്. നീ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയായിരുന്നു. നീ ഇപ്പൊ ഒരു മെർമെയ്ഡ് അല്ലേ? നീ ഇപ്പൊ എന്നെ കിസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കും ആ ഒരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് വർക്കായിട്ടുണ്ടോന്ന് ഞാൻ പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പൊ ആ ഒരു കടലിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്. അവൾ നേരെ പോയിട്ട് ആ ഒരു കടലിലേക്ക് ചാടുന്നുണ്ട്. അവൾ ആ ഒരു കടലിലേക്ക് ചാടി അതേ സമയത്ത് തന്നെ അവൾ മെർമെയ്ഡായിട്ട് മാറുകയാണ്. അവളുടെ ശരീരം മുഴുവനും ഭയങ്കരമായിട്ട് തിളങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ അവൾ കടലിനുള്ളിലേക്കൊക്കെ പോയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മേലേക്ക് പൊങ്ങി വന്നിട്ട് ഞാനും മെർമെയ്ഡായിട്ട് മാറിയെന്നൊക്കെ ഉറക്കെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിളിച്ച് പറയാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കുന്നിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ജാക്കിന്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാം മെർമെയ്ഡ്സ് ആണോ? ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ
ജൂലിയും മാർത്തയും കൂടിയിട്ട് ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ 3 പേരും ആ ഒരു മെർമെയ്ഡ് ഫോമിലേക്ക് മാറിയിട്ട് കടലിന്റെ ഉള്ളിൽ കൂടെ ജോളിയായിട്ട് ഇങ്ങനെ നീന്തി കളിക്കുകയാണ്. ഇപ്പൊ കടലിന്റെ അടിയിൽ പോയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഇപ്പൊ ഇവര് 3 പേരും മെർമെയ്ഡ്സ് ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ ആ ഒരു സോങ് ഇപ്പൊ വർക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോ നമ്മുടെ ഫോക്സിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഇപ്പൊ ആ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്ന സോങ് ഓഫ് മെർമെയ്ഡ്സ് നമ്മുടെ ഫോക്സ് ഇവർക്ക് 3 പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരും ആ ഒരു സോങ് പാടി പാടി പഠിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മൂൺലൈറ്റ് വരുന്ന ആ ഒരു സമയത്ത് കടലിനുള്ളിലേക്ക് പോയിട്ട് ഈ ഒരു പാട്ട് മുഴുവനായിട്ടും നിങ്ങൾ പാടി തീർക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ പോകുന്നത് അവനിപ്പോ പറയാണ്. ഹനയിപ്പോ നേരെ നമ്മുടെ ജാക്കിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നാളത്തേക്ക് ഞങ്ങളുടെ ടൂറിസ്റ്റ് വിസ തീർന്നു പോകും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ തിരിച്ചു പോകും. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ ജാക്കിന് ഒരുപാട് സാഡ് ആവാണ്. ഇപ്പൊ ജാക്ക് ഓടിപ്പോയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ശംഖല്ലേ അതും എടുത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഹാനയ്ക്ക് അത് കൊണ്ടേ കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ശംഖാണ്, ഞാൻ ഒരുപാട് പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മിസ് ചെയ്യും, അതുകൊണ്ട് തന്നെ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ശംഖ് നീ വെച്ചോന്ന് പറഞ്ഞിട്ട് ഹാനയ്ക്ക് ആ ഒരു ശംഖവും കൊടുക്കുകയാണ്. ഇപ്പൊ ഹാന പറയാണ്, ഓക്കെ എന്തായാലും എനിക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്, എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ജാക്കിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനായിട്ട് അവൾക്ക് ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ വീണ്ടും തിരിച്ച് നമ്മുടെ ജാക്കിന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കാണ്. ഇപ്പൊ അവള് നേരെ നമ്മുടെ ജാക്കിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വകാര്യം പറയുന്നുണ്ട്. നിനക്ക് ഞങ്ങൾ ഒരു സർപ്രൈസ് തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആരും അറിയാതെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ശംഖ് തിരിച്ച് വീണ്ടും നമ്മുടെ ജാക്കിന്റെ അടുത്ത് കൊടുക്കുകയാണ്. നാളെ ഈ ഒരു ശംഖ് ഞാൻ ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് വാങ്ങിക്കോളാം, അതുവരെ ഈ ഒരു ശംഖ് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് മെർമെയ്ഡ്സിന്റെ ലോകം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസ് ആയിട്ടുള്ള കായ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു പോർട്ടലിന്റെ അടുത്തേക്ക് അവനിപ്പോ നീന്തി വരുന്നുണ്ട്. ആ ഒരു പോർട്ടലിലേക്ക് കൈവച്ചിട്ട് അത് തുറക്കാൻ പറ്റുമെന്ന് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു പോർട്ടൽ തുറക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ജൂലിയനെ ഇതേപോലെ ഒരു പ്രശ്നത്തിലാക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ആലോചിച്ചിട്ട് അവന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാന്ന് മനസ്സിലാവാതെ അവൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ആ ഒരു മൂൺലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻസ് 3 പേരും ആ ഒരു മെർമെയ്ഡ് ഫോമിലേക്ക് മാറിയിട്ട് ഒരു പാറേന്റെ മുകളിലായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ജാക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം മെർമെയ്ഡ്സ് ആയിരുന്നല്ലേ? ഞങ്ങൾ മെർമെയ്ഡ്സ് ഒന്നും അല്ല, ഞങ്ങൾ ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത്. നിന്റെ അച്ഛന്റെ റിസർച്ചുകൾ ഉണ്ടല്ലോ അതൊന്നും കള്ളമല്ല, അതെല്ലാം റിയൽ ആണ്. ഞങ്ങളുടെ ഈ ഒരു ഇൻഫെക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഫോക്സിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സോങ് വാങ്ങിയിട്ട് ഇവര് പാടുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ജാക്കിനോട് പറയുന്നുണ്ട്. ഇതെന്റെ അച്ഛന്റെ ലോക്കറിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയെന്ന് ജാക്ക് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണ്, ഫ്രീ ആവുന്ന സമയത്ത് ആ ഒരു കഥയൊക്കെ നിനക്ക് പറഞ്ഞുതരാന്ന് അവരിപ്പോ പറയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻസ് 3 പേരും മൂണിലേക്ക് നോക്കിയിട്ട് ആ ഒരു പാട്ട് പാടാനായിട്ട് ഇപ്പൊ റെഡി ആവാണ്. ഇപ്പൊ ജാക്കിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ട് കയ്യിൽ തീപ്പന്തൊക്കെ ആയിട്ട് ഹീറോയിൻസിനെ 3 പേരെ കൊല്ലുന്നതിനായിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് സ്പീഡായിട്ട് വരുന്നുണ്ട്. ഇപ്പോ മേയറിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാര് ഫോക്സിനെ അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻസും ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പാട്ട് നിർത്തുകയാണ്. ഇപ്പൊ ജാക്കിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ മേയറിന് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജാക്കിന്റെ അടുത്ത് ഇപ്പൊ അവര് ചൂടാവുകയാണ്. അമ്മ ഞാൻ പറയുന്നതൊന്ന് കേക്ക്, മെർമെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, അവർക്ക് ഈ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അതൊന്ന് പാടി തീർക്കാനായിട്ട് ഒന്ന് സമ്മതിക്കമ്മ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അമ്മേന്റെ അടുത്ത് വാശി പിടിക്കുകയാണ്. മേയർക്ക് ഈ ഒരു സോങ് കണ്ടുകഴിഞ്ഞപ്പോ ഒരുപാട് ടെൻഷൻ ആവുകയാണ്. നിന്റെ അച്ഛന്റെ റിസർച്ച് അതൊന്നും ശരിയല്ല. ജാക്കിന്റെ അടുത്ത് ആ ഒരു സോങ് ഓഫ് മെർമെയ്ഡ് വാങ്ങാനായിട്ട് അവളിപ്പോ ട്രൈ ചെയ്യാണ്. ജാക്കും അത് വിട്ടുകൊടുക്കാതെ അത് തന്നെ പിടിച്ചു വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയതുകൊണ്ട് തന്നെ സോങ് ഓഫ് മെർമെയ്ഡ് ഇപ്പൊ 2 കഷ്ണമായിട്ട് കീറി പോവാണ്. ഈ ഒരു കടലാസ് കീറി ആ ഒരു ഫോഴ്സിൽ നമ്മുടെ ജാക്ക് നേരെ ആ ഒരു കടലിലേക്ക് പോയി വീഴുന്നുണ്ട്. ജാക്കിന് നീന്തൽ അറിയില്ലായിരുന്നല്ലോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന ശംഖ് നേരെ ആ ഒരു കടലിന്റെ അടിത്തട്ടിലേക്ക് പോവാണ്. ജാക്കും മെല്ലെ മെല്ലെ ആ ഒരു കടലിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോ ഹീറോയിൻസ് 3 പേരും കൂടിയിട്ട് ആ ഒരു പാറയിൽ നിന്നും കടലിലേക്ക് എടുത്ത് ചാടിയിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ജാക്കിനെ ഇപ്പൊ മേലേക്ക് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ശംഖ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ കടലിന്റെ അടിയിലേക്ക് വന്നിട്ട് ആ ഒരു പോർട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു പോർട്ടലിന്റെ ഉള്ളിൽ കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ കൈക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ ഒരു ശംഖം കയ്യിലെടുത്തിട്ട് അതിന്റെ പവർ യൂസ് ചെയ്തിട്ട് ആ ഒരു പോർട്ടലും തുറന്ന് അവൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 3 മെർമെയ്ഡ്സ് ചേർന്നിട്ട് ജാക്കിനെ പൊക്കി എടുത്തിട്ട് കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ജാക്കിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ജാക്കിനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് അവനെ മടിയിൽ വെച്ചിട്ട് അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മെർമെയ്ഡ്സ് എല്ലാവരും തന്നെ മോശമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അങ്ങനെ അല്ലാന്നുള്ളത് നിങ്ങളിപ്പോ തെളിയിച്ചു. ജാക്കിനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് നമ്മുടെ മേയർ ഇപ്പൊ പറയാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഫോക്സ് ഇപ്പൊ വിളിച്ചു പറയാണ്, ഇനി അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ ആ ഒരു പാട്ട് പാടി തീർക്കാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയിൻസും വേഗം ആ ഒരു പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. കൃത്യമായിട്ട് ഇപ്പൊ മിഡ് നൈറ്റ് ആവുന്ന ആ ഒരു സമയത്ത് തന്നെ അവർ ആ ഒരു പാട്ട് പാടി തീർക്കുകയാണ്. എന്നാൽ ആ ഒരു സ്ഥലത്ത് ഒരു മാജിക്കും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ ടൈമിംഗ് മിസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇതിനുശേഷം നമുക്കിനി ഒരിക്കലും ക്യൂർ ആനായിട്ട് പറ്റില്ല. അവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവരുടെ ശരീരം മുഴുവനായിട്ടും ആ ഒരു പിങ്ക് കളറിൽ ഇപ്പൊ ഇങ്ങനെ തിളങ്ങാനായിട്ട്
ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവര് 3 പേരും തന്നെ ഇപ്പൊ മെർമെയ്ഡ് ഫോമിൽ നിന്ന് മനുഷ്യന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ അത് മുഴുവനായിട്ട് ഇപ്പൊ ക്യൂർ ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഹാപ്പി ആവുകയാണ്. ജാക്കിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പ്രിൻസ് അവൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഫോക്സ് ഇപ്പൊ ഓടി വന്നിട്ട് അവൻ എണീക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പൊ പ്രിൻസിനെ വിളിച്ചിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഫോക്സിനെ കണ്ടു കഴിഞ്ഞപ്പോ പ്രിൻസും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. 100 വർഷത്തിന് മുന്നേ നമ്മൾ ഒരിക്കലും വഴക്കുണ്ടാക്കാനായിട്ട് പാടില്ലായിരുന്നു, എന്നോട് നീ ക്ഷമിക്കടാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഇപ്പൊ സോറി പറയാണ്. നീ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് വീണ്ടും സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ മുഴുവൻ ആളുകളും ആ ഒരു പാർട്ടി അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇപ്പൊ മാർത്തയും ജൂലിയും കൂടിയിട്ട് ഫോക്സിനെയും അതുപോലെ തന്നെ പ്രിൻസിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹന്ന അവിടേക്ക് ഓടി വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നാൽ കിസ് മാത്രം ചെയ്യരുതെന്ന് പറയാണ്. നിങ്ങൾ അങ്ങനെ ഓരോരോ പരിപാടി കാണിച്ചു വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലായത്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മെർമെയ്ഡ്സിന്റെ രണ്ടുപേർക്കും അവിടുന്ന് പോകേണ്ട സമയമായിട്ടുണ്ട്. രണ്ടുപേരും കൂടി വന്നിട്ട് ജൂലിയനെയും മാർത്തേനെയും ആ ഒരു കടലിലേക്ക് വിളിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ആ ഒരു ലോകത്തിലേക്ക് വരുന്നുണ്ടെന്ന് രണ്ടുപേരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പെമ്പിള്ളേരെ രണ്ടുപേരും നേരെ ഹന്നേന്റെ അടുത്തേക്ക് പോയി നിന്നിട്ട് ഞങ്ങൾ ജീവിക്കേണ്ട സ്ഥലം ഇതാണ്, കേത്രി ബാൻഡാണ് ഞങ്ങൾ ജീവിക്കേണ്ട സ്ഥലം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ മെർമെയ്ഡ്സ് രണ്ടുപേരും ഇവർക്ക് ബൈയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കൂടി ചേർന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ആ ഒരു പാർട്ടി ആഘോഷിക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സിനിമ കഴിയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.